أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1533 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ അധ്യായമായ സൂറത്ത് യാസീനിലെ 77 മുതൽ 80 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖ്നാഹു മിൻ നുത്ഫത്തിൻ ഫൈദാ ഹുവ ഖസീമും മുബീൻ വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹു قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون. صدق الله العلي العظيم. സൂറത്ത് യാസീനിലെ 77 മുതൽ 80 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ അള്ളാഹുവിന് പുറമെ അല്ലെങ്കിൽ അള്ളാഹുവിന് പകരമായി ആളുകൾ ആരാധ്യന്മാരായി സ്വീകരിച്ചിട്ടുള്ള ശക്തികളോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ ആൾ ദൈവങ്ങളായിട്ട് പരിഗണിക്കപ്പെടുന്നവരോ ഒക്കെ അവരെയൊക്കെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു സൂചിപ്പിക്കുകയുണ്ടായ കാര്യം അവരൊക്കെയും തന്നെ അങ്ങനെ ചില ആരാധ്യന്മാരായി ചിലരെ സ്വീകരിച്ചിട്ടുള്ളത് അവർക്ക് അവരിൽ നിന്ന് സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ അവർക്ക് ഒരിക്കലും തന്നെ ഇവരെ സഹായിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് വസ്തുത എന്നതാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. മാത്രവുമല്ല, ഈ ആരാധകന്മാരായിട്ട് ഈ വ്യാജ ദൈവങ്ങളെയോ വിഗ്രഹങ്ങളെയോ ഒക്കെ ആരാധ്യന്മാരായി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ അവര് ഈ ആരാധ്യന്മാരുടെ സേവകന്മാരായി അവരുടെ സന്നദ്ധ ഭടന്മാരായി അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ മുന്നിൽ നിലക്കൊള്ളുകയാണ് വേണ്ടി വരുന്നത്. ഒരിക്കലും തന്നെ ഈ ആരാധ്യന്മാര് അവരെ സഹായിക്കുന്നതിനായിട്ട് രംഗത്ത് വരികയില്ല, ഒരിക്കലും അവർക്ക് അതിന് സാധിക്കുകയില്ല. ഇതാണ് വസ്തുത. ഈ കാര്യം അള്ളാഹു പല വിധത്തിലും നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, പല ആയത്തുകളിലുമായിട്ട്. അതിനെ തുടർന്ന് മക്കയിലെ
ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നിഷേധം കാരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനസികമായ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു പറയുകയുണ്ടായി. ഇവരുടെ ഈ തിരസ്കാരവും എതിർപ്പ് കാണിച്ചുകൊണ്ടുള്ള സംസാരവും ഇവരുടെ നിഷേധ നിലപാടും ഒന്നും തന്നെ അവരുടെ അത്തരത്തിലുള്ള താങ്കളുടെ പ്രയത്നങ്ങളെ വില കുറച്ച് കണ്ടുകൊണ്ടുള്ള സംസാരം ഒന്നും തന്നെ താങ്കളെ പ്രയാസപ്പെടുത്തരുത്. അവരുടെ രഹസ്യവും പരസ്യവുമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സകല സംഗതികളും അറിയുന്നവനാണ് അള്ളാഹു എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് അവിടെ. അതിനെ തുടർന്ന് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ഈ ആയത്തുകളിൽ യഥാർത്ഥത്തിൽ നേരത്തെ 48 ആയത്തിൽ ഉന്നയിക്കപ്പെട്ടിരുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഒരു സമഗ്രമായ വളരെ ഫലപ്രദമായ ഒരു മറുപടിയായിട്ടാണ് ഈ ആയത്തുകൾ വരുന്നത് എന്ന് കാണാൻ കഴിയും. അതിനുള്ള ഒരു ഉത്തരമാണ് ഇതിൽ നൽകപ്പെടുന്നത്. 48 ആയത്തിൽ ഉന്നയിക്കപ്പെട്ടിരുന്ന ചോദ്യം അന്ത്യനാള് സാഴത്ത് എപ്പോ സംഭവിക്കും എന്നതാണ്. ഇവര് താക്കീത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവാചകന്മാര്, ദൂതന്മാര് താക്കീത് ചെയ്തുകൊണ്ടിരിക്കുന്ന അന്ത്യസമയം എപ്പോഴാണ് സംജാതമാവുക എന്ന ഒരു ചോദ്യമാണ് അവർ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അക്കാര്യം അവർക്ക് യുക്തിയുടെ തലത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഉപകരിക്കുന്ന ചില ന്യായങ്ങളും യുക്തി തലങ്ങളുമാണ് അള്ളാഹു ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് മുഖ്യമായിട്ടും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അതാണ്. നമുക്ക് ഈ ആയത്തുകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അള്ളാഹുയുടെ ഒരു ചോദ്യരൂപേണ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് തുടക്കത്തിൽ. അവലം യറൽ ഇൻസാനും, മനുഷ്യൻ കാണുന്നില്ലേ, മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ലേ, അന്നാ ഖലഖ്നാഹു, നിശ്ചയമായിട്ടും നാം അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് മിൻ നുത്ഫ, ഒരു രേതസ്കണത്തിൽ നിന്നാണ്, ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ്, ഒരു പുരുഷ ബീജം അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ പ്രജനന സ്രവം ആയ ഒരു സംഗതിയിൽ നിന്നാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന കാര്യം അവൻ മനസ്സിലാക്കുന്നില്ല, അറിയുന്നില്ല. എന്നിട്ട് ഈ കാര്യം മനസ്സിലാക്കിയിട്ടും അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടിട്ടും ഈ ഇന്ദ്രിയത്തുള്ളി ആയിരിക്കുന്ന ഘട്ടത്തിൽ ഒരിക്കലും തന്നെ ആ അവസ്ഥയിൽ അതിൽ ജീവൻ അടങ്ങിയിട്ടില്ല. അത് ഒരു ജീവിയായിട്ട് രൂപപ്പെട്ടിട്ടില്ല, ഒരു സൃഷ്ടിയായിട്ട് ഒരു ജീവനുള്ള ഒരു സൃഷ്ടിയായിട്ട് രൂപമെടുത്തിട്ടില്ല ആ ഘട്ടത്തിൽ. എന്ന് പറഞ്ഞാൽ നിർജീവമായ അവസ്ഥയിലുള്ള ഒരു സംഗതിയാണ് ഈ നുത്ഫ എന്ന സ്റ്റേജിൽ. എന്നാൽ ഫൈദാഹു ഖസീമും മുബീൻ, അങ്ങനെ ഒരാള് അല്ലെങ്കിൽ അങ്ങനെ ഈ ഇന്ദ്രിയ കണത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു വ്യക്തി, ജീവനില്ലാത്ത അവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരു സംഗതിയിൽ നിന്ന്, ഒരു സബ്സ്റ്റൻസിൽ നിന്ന് ഫോം ചെയ്തു വന്നിട്ടുള്ള ഒരാള് ഇപ്പോ പ്രവാചകന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയും അവരോട് മരണാനന്തര ജീവിതത്തെ കുറിച്ച് സൂചിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ വിഷയങ്ങളിലൊക്കെ തർക്കിക്കുന്ന, എതിരിട്ട് സംസാരിക്കുന്ന ഒരാളായി മാറിയിരിക്കുകയാണ്. ഫൈദാഹുവ ഹസീമും മുബീൻ, വളരെ വ്യക്തമായും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തില് ഒരു താർക്കികനായിട്ട് അയാൾ മാറിയിരിക്കുന്നു. അപ്പൊ നേരത്തെ ജീവന്റെ ലക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ലാത്ത ഒരു നുത്ഫയായിരുന്ന ഒരാളാണ് ഈ വിധത്തില് തർക്കത്തിൽ ഏർപ്പെടാൻ വരെ കഴിയുന്ന വിധത്തിലുള്ള ഒരു സൃഷ്ടിപ്പായിട്ട് മാറിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ സാധ്യതകളെ കുറിച്ച് അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ഒരു ഉദാഹരണം. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖ്നാഹു മിൻ നുത്ഫത്തിൻ, മനുഷ്യൻ കാണുന്നില്ലേ, മനുഷ്യൻ മനസ്സിലാക്കുന്നില്ലേ,
നാം അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു നുത്ഫയിൽ നിന്നാണ്. എന്നിട്ടോ നുത്ഫയുടെ ഘട്ടത്തിൽ ജീവനില്ല, പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയൊന്നുമല്ല. പക്ഷെ ആ ഒരു അവസ്ഥയിൽ നിന്ന്, നിർജീവമായ നുത്ഫയുടെ അവസ്ഥയിൽ നിന്ന് ഒരു താർക്കികനായിട്ട് എതിരിട്ട് രംഗത്ത് വരാൻ കഴിയുന്ന ഒരാളാകുവോളം അവന് പരിണാമം സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ഫൈദാഹുവ ഹസീമും മുബീൻ. ഇപ്പോഴതാ അവനൊരു തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരാളായിട്ട്, അല്ലെങ്കിൽ എതിർത്ത് സംസാരിക്കുന്ന ഒരാളായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോ നിർജീവമായ നുത്ഫയുടെ അവസ്ഥയിൽ നിന്ന് വലിയ ആവേശത്തില് തർക്കിക്കുകയും എതിർപ്പ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന വിധത്തില് കരുത്തും ശക്തിയും കാണിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളായി മാറുന്ന വിധത്തില് ഒരു സംഗതിയെ രൂപപ്പെടുത്തി കൊണ്ടുവരാൻ അള്ളാഹുവിന് സാധിച്ചിട്ടുണ്ടല്ലോ. അതിനുള്ള ഉദാഹരണം അല്ലെങ്കിൽ അതിനുള്ള തെളിവ് നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ്. തർക്കത്തിൽ ഏർപ്പെടുന്ന ഓരോ ആളും തന്നെയാണ് അതിനുള്ള വ്യക്തമായ തെളിവ്. ജീവനില്ലാത്ത ഒരവസ്ഥ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു. നുത്ഫയുടെ ഘട്ടത്തില് ആർക്കും തന്നെ ജീവനില്ല. ആ ജീവനില്ലാത്ത നിർജീവമായ അവസ്ഥയിൽ നിന്നാണ് ഇങ്ങനെ തർക്കത്തിൽ ഏർപ്പെടാനും എതിർപ്പോടുകൂടി സംസാരിക്കാനും ഒക്കെ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ഒരാളെ അള്ളാഹു പരിണമിച്ച് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. ഈ കാര്യമാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയണ വലറബലന മസല. അവിടെ നിൽക്കുന്നില്ല. തർക്കത്തിൽ ഏർപ്പെടുക എന്നുള്ള ഒരു കാര്യം, എതിർപ്പ് പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ സംസാരത്തില് അംഗീകരിക്കാൻ കൂട്ടാക്കാതെയുള്ള ഒരു നിലപാട് കാണിക്കുക എന്നതിനപ്പുറത്തേക്ക് പോയിട്ട് മനുഷ്യൻ വദറബലന മസല, നമുക്ക് ചില ഉദാഹരണങ്ങളൊക്കെ നടത്താൻ അവര് മുതിരുകയാണ്. അള്ളാഹുവിനെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ഒരു പക്ഷേ തെറ്റായ വിധത്തിൽ കാണിച്ചുകൊണ്ടൊക്കെയുള്ള പല ഉപമകളും പറയാൻ വരെ അവൻ മുതിരുകയാണ്. വലറബലന മസല. അങ്ങനെ ചെയ്യുമ്പോ വനസിയ ഹൽഖ, അവന് സ്വന്തം സൃഷ്ടിപ്പ് തന്നെ മറന്നു പോവുകയാണ്. താൻ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത്, താൻ പിറവിയെടുത്തത് എങ്ങനെയാണ്, തന്നെ പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചത് എങ്ങനെയാണ് എന്ന പിന്നിട്ട നാളിന്റെ പല ഘട്ടങ്ങളുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അത് വിസ്മരിച്ചുകൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ച് അവൻ അടിസ്ഥാനരഹിതമായ പല ഉപമകളും പല വിശദീകരണങ്ങളും അല്ലെങ്കിൽ പല സംസാരങ്ങളും നടത്തുന്നത്. വലറബലന മസല വനസിയ ഖൽഖ. താൻ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത്, ഇങ്ങനെ സംസാരിക്കാനൊക്കെ കഴിയുന്ന അല്ലെങ്കിൽ വാദഗതികൾ ഉന്നയിക്കാൻ കഴിയുന്ന, തർക്കത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് താൻ പരിണമിച്ച് എത്തിയിട്ടുള്ളത് എങ്ങനെയാണ്, ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടാണ്, അതിന്റെ പുറകിൽ ആരായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്, ആരുടെ സൃഷ്ടി വൈഭവമാണ് അതിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചൊന്നും ഓർക്കാതെ അത് വിസ്മരിച്ചുകൊണ്ടാണ് മനുഷ്യൻ അള്ളാഹുവിന് പല ഉപമകളും നടത്തുന്നത്. അള്ളാഹുവിനെ പരാമർശിക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ അവസ്ഥ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ചില ഉപമകളൊക്കെ അവൻ നടത്തുന്നത്. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, ഖാല മൻ യുഹീൽ അഅ്ലാമ വഹിയ റമീം. ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാൻ പോലും അങ്ങനെ ഒരാള് ധാർഷ്ട്യം കാണിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ചോദ്യം ഇതാണ്, മൻ യുഹീൽ അഅ്ലാം. ആരാണ് അസ്ഥികളെ ജീവിപ്പിക്കുക, അസ്ഥികൾക്ക് ജീവൻ നൽകുക? വഹിയ റമീം. അത് ദ്രവിച്ച് നുരുമ്പിപ്പോയതിനു ശേഷം, അസ്ഥികള് മനുഷ്യരോ അല്ലെങ്കിൽ ജീവജാലങ്ങളോ ഒക്കെ തന്നെ മരിച്ച് മണ്ണടിഞ്ഞു പോയതിനു ശേഷം അസ്ഥികളൊക്കെ ദ്രവിച്ച് പൊടിഞ്ഞു പോകാൻ വർഷങ്ങളെടുക്കും. ചിലപ്പോ ദീർഘമായ വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും അസ്ഥികൾ പൊടിഞ്ഞു പോയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോ നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ ഒക്കെ എടുത്തുകൊണ്ടായിരിക്കും ചിലരുടെ അസ്ഥികൂടങ്ങൾ പോലും ദ്രവിച്ച് മണ്ണിൽ ലയിച്ചു പോകുന്നുണ്ടാകുക. അപ്പോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരാൾ പരിണമിച്ചതിന് ശേഷം ആരാണ് അങ്ങനെ ഒരാൾക്ക് ആ അസ്ഥിക്ക് ജീവൻ രണ്ടാമതായിട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. ഈ അസ്ഥികൾക്ക് ജീവൻ വെപ്പിക്കുക,
ആർക്കാണ് അത് ചെയ്യാൻ സാധിക്കുക എന്നതാണ് ഇവർ ചോദിക്കുന്ന ചോദ്യം. അപ്പോ മനുഷ്യന് സ്വന്തം ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഇപ്പോ എത്തി നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊന്നും ആലോചിക്കാൻ കൂട്ടാക്കുന്നില്ല. അതിന് സന്നദ്ധതയില്ലാതെ അത് മറന്നുകൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തിനെ വില കുറച്ച് കണ്ടുകൊണ്ട് അതിന്റെ വ്യാപ്തിയും സാധ്യതയും ഒന്നും മനസ്സിലാക്കാതെ ഉൾക്കൊള്ളാതെ നിസ്സാരമായ വിധത്തില് അള്ളാഹുവിനെ കുറിച്ച് പരാമർശം നടത്തുന്ന ഒരു നിലപാട് ഇവർ സ്വീകരിക്കുന്നത്. അപ്പോ വദറബലന മസല വനസിയ ഖൽഖ എന്നിട്ട് ഇങ്ങനെ ചോദിക്കുക കൂടി ചെയ്യാണ് മൻ യുഹീൽ ഇഅ്ലാമ വഹിയ റമീം. ഇത് ദ്രവിച്ച് നുരുമ്പിപ്പോയതിനു ശേഷം ആരാണ് ഈ അസ്ഥികളെ ജീവനുള്ളതാക്കി മാറ്റുക എന്നതാണ് ചോദ്യം ഉന്നയിക്കുന്നത്. ഒരു ചരിത്ര സംഭവവുമായിട്ട് ബന്ധമുണ്ട് ഈ ചോദ്യത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ ദൗത്യ നിർവഹണ കാലത്ത് മക്കയിലെ പ്രമാണിമാരായ ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ ഒരിക്കല് ഒരു ശ്മശാനത്തിനോ മറ്റോ അയാൾക്ക് കിട്ടിയ മനുഷ്യന്റെ ചില അസ്ഥികൾ എടുത്തുകൊണ്ടുവന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന് ഈ അസ്ഥികളിൽ ചിലത് പൊടിച്ച് അതിന്റെ പൊടി കാറ്റിൽ പറക്കുന്ന വിധത്തില് കാറ്റിലങ്ങ് ഊതി വിടുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയാൾ ചോദിക്കുകയുണ്ടായത്, മുഹമ്മദ്, നീ പറയുന്നത് മരണശേഷം മരിച്ചുപോയ ആളുകളൊക്കെ പുനരുജ്ജീവിപ്പിക്കുന്നതാണല്ലോ. ഈ വിധത്തില് എല്ലുകൾ നുരുമ്പിപ്പോയതിനു ശേഷം ആരാണ് ഈ അസ്ഥികളെ ജീവനുള്ളതാക്കി മാറ്റുക? ആർക്കാണ് അത് സാധിക്കുക? എങ്ങനെയാണ് അങ്ങനെ ഒരു സംഗതി പ്രയോഗത്തിൽ കൊണ്ടുവരാൻ കഴിയുക എന്നതാണ് ആ മനുഷ്യൻ ഒരു ചോദ്യമായിട്ട് ഉന്നയിക്കുകയുണ്ടായത്. അപ്പോ ആർക്കും തന്നെ അത് കേൾക്കുമ്പോൾ അതൊരിക്കലും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമല്ല, ഒരിക്കലും അതുണ്ടാവില്ല, അത് വളരെ അവിശ്വസനീയമായ ഒരു സംഗതിയാണ് എന്നൊരു തോന്നല് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ അബദ്ധജടിലമായ കാര്യങ്ങളാണ് എന്ന സംഗതി ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടിയുമാണ് ഇയാൾ ഈ ചോദ്യം ഉന്നയിക്കുകയുണ്ടായത്. എന്നാൽ ആ സന്ദർഭത്തില് ഒരു ഹദീസ് പ്രകാരം ആ സന്ദർഭത്തിൽ തന്നെ അയാളെ കേൾപ്പിക്കുന്ന വിധത്തിലാണ് ഈ ആയത്തുകൾ അവതരിക്കുകയുണ്ടായത് എന്നതാണ് ചില സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലം ഈ ആയത്തുകളുടെ അവതരണത്തിനുണ്ട് എന്നതാണ് ഹദീസുകൾ സൂചിപ്പിക്കുന്ന കാര്യം. അപ്പൊ ഉന്നയിക്കപ്പെട്ട ചോദ്യം ഇതാണ്: മനുഷ്യന് അവന്റെ പിന്നിട്ട ഘട്ടങ്ങളെ വിസ്മരിച്ചുകൊണ്ടാണ് വലിയ തർക്കത്തിൽ ഏർപ്പെടുന്നത്. നിർജീവമായ അവസ്ഥയിൽ ചേതനയില്ലാത്ത പല സബ്സ്റ്റൻസുമായിട്ട് കിടന്നിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇങ്ങനെ തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരാളായി ശരീരവും ബുദ്ധിയും ഒക്കെ വളർച്ച നേടി വലിയ വാഗ്വാദങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്ന ഒരവസ്ഥയിലോളം മനുഷ്യൻ എത്തിയിട്ടുണ്ടല്ലോ. അത് യാഥാർത്ഥ്യമാണ്, നിങ്ങളുടെ കൺമുന്നില് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയുമാണത്. അതിനാരും തള്ളിക്കളയുന്നില്ല, നിഷേധിക്കുന്നില്ല. ഇതെങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്? നുത്ഫത്ത് ആയിരുന്ന അവസ്ഥയിൽ എല്ലാവർക്കും അറിയാം അതിന് ജീവനില്ല എന്നത്. ഒരു ഇന്ദ്രിയത്തുള്ളിയായാല് അല്ലെങ്കിൽ ഒരു രേതസ്കണത്തിന്റെ ഒരവസ്ഥയിലാണ് ഒരവസ്ഥ മനുഷ്യനുണ്ടായിരുന്നല്ലോ. ആ അവസ്ഥയില് ജീവനില്ല. ജീവൻ പിന്നീടാണ് രൂപപ്പെട്ടു വരുന്നത്, പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. അങ്ങനെയാണ് അവൻ ഉണ്ടായി വന്നിട്ടുള്ളത്. അങ്ങനെ മനുഷ്യൻ പിറവിയെടുത്തതിന് ശേഷം തന്നെ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി വളർച്ച നേടി വലിയൊരു മനുഷ്യനായി, യോഗ്യനായി, ശരീരവും അതുപോലെ ബുദ്ധിയും ഒക്കെ വേണ്ട വിധത്തിലുള്ള വളർച്ച നേടി അങ്ങനെ പല ദൈക്ഷണികമായ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്ന അവസ്ഥയിലെത്തി. എന്നിട്ട് ഉന്നയിക്കപ്പെടുന്ന ഒരാശയത്തെ, ആരെങ്കിലും മുന്നോട്ട് വെക്കുന്ന ഒരാശയത്തെ എതിർത്ത് സംസാരിക്കാൻ വരെ കഴിയുന്ന വിധത്തിലുള്ള വളർച്ച മനുഷ്യൻ നേടിയല്ലോ. ഇത് സംഭവിച്ചിട്ടുള്ളത് എങ്ങനെയാണ് എന്നത് അവൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നതാണ് അള്ളാഹുവിടെ ഉന്നയിക്കുന്ന ചോദ്യം. അപ്പോ എന്നിട്ട് വദറബലന മസലം വനസിയ ഖൽഖ, സ്വന്തം സൃഷ്ടിപ്പിന്റെ പിന്നിട്ട ഘട്ടങ്ങളെ പൂർണ്ണമായി വിസ്മരിച്ചുകൊണ്ടാണ്
അള്ളാഹു വളരെ ദുർബലനാണ്, അള്ളാഹു അശക്തനാണ്, അള്ളാഹു ഈ വിധത്തിലുള്ള സൃഷ്ടിപ്പിനും പുനഃസൃഷ്ടിപ്പിനും ഒന്നും കഴിവുള്ളവനല്ല എന്ന കാര്യം സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള പല ഉപമകളും നടത്താൻ അങ്ങനെ ഒരാള് സന്നദ്ധനാവുന്നത്. അപ്പൊ ഇതാണ് ഇവരുടെ അവസ്ഥ. എന്നാൽ അത്തരം ആളുകളോടാണ് അള്ളാഹു ഈ മറുപടി നൽകുന്നത്. അപ്പൊ ഇതിനോട് ചേർത്തുകൊണ്ട് അള്ളാഹു പറയുന്നത്, അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ഉപമകൾ നടത്തുന്ന ആള് ഒരു ചോദ്യം ഉന്നയിക്കുവോളം വരെ അയാൾ അതിന് സന്നദ്ധരാവുകയാണ്. കാലമൈ യൊഹീലെഴുതാമ വഹിയറമി, എല്ലുകൾ അസ്ഥികൾ ഇങ്ങനെ ദ്രവിച്ച് പൊടിഞ്ഞു പോയ ഒരവസ്ഥയിൽ എത്തിയതിനു ശേഷവും അതിനെ ജീവനുള്ളതാക്കി മാറ്റാൻ ആർക്ക് സാധിക്കും എന്നൊരു ചോദ്യമാണ് ഈ മനുഷ്യൻ ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാൻ സ്വന്തം പിന്നിട്ട നാളുകളെ കുറിച്ചുള്ള ഘട്ടങ്ങളെ കുറിച്ചുള്ള പൂർണ്ണമായ ഒരു ശ്രദ്ധയില്ലായ്കയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തീർത്തും വിസ്മൃതിയിലാവുകയോ ചെയ്യേണ്ടതുണ്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കണമെങ്കിൽ. കാരണം നേരത്തെ അവൻ പിറവിയെടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ അസ്ഥിയൊന്നും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ ഒരു ശരീരം ഉണ്ടായിരുന്നില്ല. അതൊക്കെ രൂപപ്പെട്ടു വന്നത് തന്നെയാണല്ലോ, അത് നിങ്ങളാരും രൂപപ്പെടുത്തി എടുത്തതല്ലല്ലോ. അപ്പോ ഇത് നിങ്ങളെ ഈ അവസ്ഥയിലേക്ക് പരിണമിച്ചു കൊണ്ടുവരാൻ അള്ളാഹുവിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മരിച്ചു പോയതിനു ശേഷം, നിങ്ങളുടെ അസ്ഥികൾ ദ്രവിച്ചു പോയതിനു ശേഷം നിങ്ങളെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുക എന്നത് അസാധ്യമാണ് എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഇതാണ് പരോക്ഷമായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യം. അപ്പൊ ഈ ചോദ്യത്തിന് എന്നാണ് പുനരുത്ഥാനം ഉണ്ടാവുക, പുനരുത്ഥാനം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ എങ്ങനെയാണ് ഈ ദ്രവിച്ച് നശിച്ചു പോയിട്ടുള്ള അസ്ഥികളെ വീണ്ടും ജീവനുള്ള ഒരു വ്യക്തിയാക്കി അവതരിപ്പിക്കാൻ സാധിക്കുക എന്നൊരു ചോദ്യമാണല്ലോ ഇവിടെ ഇവരും ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോ ഇതിനുള്ള മറുപടിയായിട്ട് അള്ളാഹു പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ് തുടർന്നുള്ള ആയത്തില്. ഖുൽ, പറയുക പ്രവാചകരെ, യുഹീഹല്ലദീ അൻശഅഹ അവ്വല മറ, ഒന്നാമത്തെ തവണ തന്നെ ഇതിനെ ജീവിപ്പിച്ചത് ആരാണോ ഇങ്ങനെ ഒരു സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ളത്, അവൻ തന്നെ അതിനെ ജീവിപ്പിക്കും. നിങ്ങള് ഇപ്പോ സംസാരിക്കുന്ന വിധത്തില് അല്ലെങ്കിൽ വാദങ്ങള് നടത്തുന്ന വിധത്തില് വളർച്ച നേടി മനുഷ്യർ വലിയ ആളുകളായി മാറിയല്ലോ. ഈ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നതിന് കാരണമായി നിങ്ങളെ ആദ്യമായി സൃഷ്ടിച്ച് ഭൂമുഖത്ത് ജീവിക്കുന്ന ആളുകളാക്കി മാറ്റിയത് ആരാണ്? യുഹീഹല്ലദീ, ആ ശക്തി തന്നെ, അല്ലദീ അൻശഅഹ അവ്വല മറ, ഒന്നാമത്തെ തവണ നിങ്ങളെ ഇനീഷ്യേറ്റ് ചെയ്ത. എന്നുള്ള വാക്കും ഇംഗ്ലീഷിലെ ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതും തമ്മിലൊരു ബന്ധമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ അൻശഅ എന്നത് അറബിയില് ഖലഖ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. തുടങ്ങുക എന്നാണ് അതിന്റെ പ്രാഥമികമായ അർത്ഥം. അപ്പൊ ആദ്യമായിട്ട് സൃഷ്ടിക്കുക അല്ലെങ്കിൽ ആദ്യമായിട്ട് രൂപകൽപ്പന ചെയ്യുക എന്നതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം. അപ്പോ യുഹീഹല്ലദീ അൻശഅഹ അവ്വല മറ, ഒന്നാമത്തെ വട്ടം ആരാണോ അതിന് രൂപം നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ ജന്മം നൽകിയിട്ടുള്ളത്, സൃഷ്ടിച്ചിട്ടുള്ളത്, അവൻ തന്നെ അതിനെ ജീവിപ്പിക്കും. ഈ അസ്ഥികളെ ജീവനുള്ളതാക്കി മാറ്റാൻ അവന് തന്നെ സാധിക്കും. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, വളരെ ഏറെ ശ്രദ്ധ പതിയേണ്ട ഒരു പ്രയോഗമാണ് ഇവിടെ അള്ളാഹു നടത്തിയിട്ടുള്ളത്. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, എല്ലാവിധ സൃഷ്ടിപ്പും അവന് നന്നായിട്ട് അറിയുന്നു. ഇതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. എല്ലാ വിധത്തിലും നിങ്ങൾ കരുതുന്നത് ഈ ആദ്യമായി മനുഷ്യനെ രൂപപ്പെടുത്തിയെടുത്ത ആ ഒരു സൃഷ്ടിപ്പുണ്ടല്ലോ, അത് മാത്രമേ അള്ളാഹുവിന് അറിയൂ എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഒരുപാട് വിധത്തില്, വ്യത്യസ്തമായ വിധങ്ങളില് സൃഷ്ടിക്കാൻ അള്ളാഹുവിന് സാധിക്കും. ആദം അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിന്റെ ഒരു രീതിയുണ്ട്, ഹവ്വ റളിയല്ലാഹു അൻഹയുടെ സൃഷ്ടിപ്പിന് മറ്റൊരു രീതിയുണ്ട്, ഈസ അലൈഹി ഇസ്ലാമിന്റെ സൃഷ്ടിപ്പിന് വേറൊരു രീതിയുണ്ട്. അതുപോലെ മറ്റ് മുഴുവൻ മനുഷ്യരും പിറവിയെടുത്തതിന് ഒരു രീതിയുണ്ട്. ഇനി ഇതൊന്നുമല്ലാത്ത ഒരു രീതിയാണ് അള്ളാഹു പുനരുത്ഥാന വേളയില് ആശ്രയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പോകുന്നത്.
അള്ളാഹു മറ്റൊരു സൃഷ്ടിപ്പിന്റെ രീതിയാണ്. അപ്പൊ ഇതൊക്കെ വ്യത്യസ്തമായ രീതികളാണ്. ആദം അലൈഹി ഇസ്ലാമിന്റെ സൃഷ്ടിപ്പിനെ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇപ്പൊ പോകുന്നില്ല. ഹവ്വാ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചത് ആദമിന്റെ ശരീരത്തിൽ നിന്ന്, ആദ്യത്തെ അസ്തിത്വത്തിൽ നിന്ന് ഒരംശം എടുത്തുകൊണ്ടാണ്. ഈസ അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചത് പിതാവില്ലാത്ത വിധത്തിലാണ്. ഇനി ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ സൃഷ്ടിപ്പ് മനുഷ്യന്റെ കാര്യത്തിൽ നിർവഹിക്കാൻ കഴിയുന്ന അള്ളാഹുവിന് നിങ്ങളുടെ അസ്ഥി ദ്രവിച്ചു പോയതിനു ശേഷം വീണ്ടും നിങ്ങളെ ജീവനുള്ള അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നത് യാതൊരു പ്രയാസവുമുള്ള കാര്യമല്ല. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. എല്ലാ വ്യത്യസ്ത തരം സൃഷ്ടിപ്പും നന്നായി അറിയുന്നവനാണ് അള്ളാഹു എന്നാണ് അള്ളാഹു ഇവിടെ തുറന്നു പറയുന്നത്. എന്നിട്ട് അതിന് ഒരു ഉദാഹരണം അള്ളാഹു നൽകുകയാണ്, അത് ബോധ്യപ്പെടാൻ വേണ്ടി. എന്തിനാണ് അതിലേക്കൊക്കെ പോകുന്നത്, ഇത് മനസ്സിലാക്കി നോക്കൂ എന്ന വിധത്തിലാണ്. അല്ലദീ ജഅല ലക്കും മിനശ്ശജറിൽ അഖ്ളരി നാറ. ഷജറുൽ അഖ്ളറിൽ നിന്ന് തീ ഉൽപ്പാദിപ്പിച്ചവനാണ് അള്ളാഹു. എന്നാലോചിച്ച് നോക്കൂ. ഷജറുൽ അഖ്ളർ എന്ന് പറഞ്ഞാല് ജലാംശം വളരെയേറെയുള്ള പച്ചപ്പുള്ള വൃക്ഷം, പച്ച നിറമുള്ള, അതേപോലെ തന്നെ ജലസാന്നിധ്യം വളരെയേറെയുള്ള ഒരു ഒരു വൃക്ഷം, ഒരു മരം. ആ മരത്തിൽ നിന്ന് തീ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നവനാണ് അള്ളാഹു. അല്ലദീ ജഅല ലക്കും, നിങ്ങൾക്ക് അവൻ ഉണ്ടാക്കി തന്നു, തീ ഉൽപ്പാദിപ്പിച്ചു തന്നു, മിന ഷജറിൽ അഖ്ളർ, പച്ച വൃക്ഷങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്കായിട്ട് തീയിനെ ഉൽപ്പാദിപ്പിച്ച് തന്നിരിക്കുകയാണ്. ഫൈദ അൻതും മിൻഹു തൂഖിദൂൻ, എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് തീ എടുത്ത് തീ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അടുപ്പ് കൂട്ടിയിട്ട് തീ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് അള്ളാഹു തീ ഉൽപ്പാദിപ്പിച്ചത്? അത് നിങ്ങൾക്ക് വളരെ ലളിതമായ എളുപ്പത്തില് ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തില് അള്ളാഹു സംവിധാനിച്ചത് എങ്ങനെയാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരിക്കലും തന്നെ തീ കത്തിപ്പിടിക്കാൻ സാധ്യതയില്ല എന്ന് നമുക്ക് തോന്നുന്ന ജലാംശം വളരെയേറെയുള്ള വൃക്ഷങ്ങളിൽ നിന്ന് അള്ളാഹു തീ ഉൽപ്പാദിപ്പിച്ചു തന്നു. 2-3 വിശദീകരണങ്ങൾ ഇതിനെക്കുറിച്ച് കാണുന്നത് നമുക്ക് വിശദമായ പഠനം ആവശ്യമുള്ള ഒരു വിഷയവുമാണിത്. ഒന്ന്, അറബികൾക്ക് വളരെ പരിചയമുണ്ടായിരുന്ന 1-2 ചെടികളുടെ ഇലകള് അത് കൂട്ടി ഉരസിയാൽ, പച്ച ഇലകൾ കൂട്ടി ഉരസിയാൽ തന്നെ തീ ഉൽപ്പാദിപ്പിക്കപ്പെടുമായിരുന്നു. അങ്ങനെ തീ ഉണ്ടാക്കാൻ അവർക്ക് അങ്ങനെ ഒരു എളുപ്പ വഴി അവര് കാലങ്ങളായിട്ട് പിന്തുടർന്ന് വരാറുണ്ടായിരുന്നു എന്നതാണ് ഒരു വിശദീകരണം. മറ്റൊന്ന്, ഈ ജലാംശമുള്ള പച്ച വൃക്ഷങ്ങളിൽ തന്നെ തീ കത്തിക്കാന് ഉപകരിക്കുന്ന വിധത്തിലുള്ള ഇന്ധനം ഒരുക്കി വെച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ ഒരു വളരെ മഹത്തരമായ ഒരു നടപടിയാണ്. ഇതാണ് സൂചിപ്പിക്കുന്നത് എന്ന് കാണാൻ കഴിയും. മറ്റ് ഒരു വിശദീകരണം, കാട്ടുതീ ഉണ്ടാവുന്നതൊക്കെ തന്നെ പലപ്പോഴും ഈ മുള പോലെയുള്ള വൃക്ഷങ്ങൾ പരസ്പരം കൂട്ടി ഒരുമിയിട്ടും ഉരസിയിട്ടും ഒക്കെയാണ്. പലപ്പോഴും അത് പച്ച അല്ലെങ്കിൽ ജലാംശം വളരെ കൂടുതലുള്ള വൃക്ഷങ്ങൾ തന്നെ ആയിരിക്കും ഇങ്ങനെ കൂട്ടി ഉരസുന്നുണ്ടാവുക. എന്നിട്ട് അതിൽ നിന്ന് തീ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നത് കാട്ടുതീയായിട്ട് പടർന്നു പിടിക്കുന്നതിന് വരെ കാരണമാകുന്ന ഒരു സംഗതിയാണ്. പൗരാണികരായ മനുഷ്യര് തീ ഉൽപ്പാദിപ്പിച്ചിരുന്ന പല രീതികളുണ്ട്. കല്ലുകൾ ഉരസിക്കൊണ്ട് തീ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അതുപോലെയുള്ള പല രീതികളുണ്ട്. അതിൽപ്പെട്ട അറബികൾക്ക് പരിചയമുണ്ടായിരുന്ന രീതികളിൽ ഒന്നാണ് ഈ ചെടികളുടെ ഇലകൾ ഉരസിക്കൊണ്ട് അതിൽ നിന്ന് തീയുടെ സ്പാർക്ക് ഉണ്ടാക്കുകയും അത് തീ കത്തിപ്പിടിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു രീതി. അപ്പൊ ഇത് സാധിക്കുന്നവനാണ് അള്ളാഹു. ഈ അള്ളാഹുവിനെ കുറിച്ചാണോ നിങ്ങൾ ഇങ്ങനെയുള്ള അബദ്ധജടിലമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യം. അപ്പോ അല്ലദീ ജഅല ലക്കും മിനശ്ശജറിൽ അഖ്ളരി നാറൻ ഫൈദാ അൻതും മിൻഹു തൂഖിദൂൻ. ഈ പച്ച വൃക്ഷത്തിൽ നിന്ന് തീ ഉൽപ്പാദിപ്പിച്ച് തന്നിട്ടുള്ളവൻ, നിങ്ങൾക്ക് തീ ഉൽപ്പാദിപ്പിച്ച് തന്നിട്ടുള്ളവനാണ് അള്ളാഹു. എന്നിട്ട് നിങ്ങൾ അതിനെ പ്രയോജനപ്പെടുത്തി തീ ഉണ്ടാക്കുന്നുണ്ട്. ഫൈദാ അൻതും മിൻഹു തൂഖിദൂൻ, നിങ്ങൾ അടുപ്പ് കൂട്ടി അതിൽ തീ ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ വിധത്തില് അതിനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി തന്നിട്ടുള്ള അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ചാണോ നിങ്ങൾ സന്ദേഹികളാവുന്നത് എന്നൊരു ചോദ്യമാണ് അള്ളാഹുവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോ സൂറത്ത് യാസീനിലെ
77 മുതൽ 80 വരെയുള്ള ആയത്തുകളാണ് ഞാൻ ഇന്ന് വിശദീകരിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ സൂറത്തില് 1-2 ആയത്തുകൾ കൂടിയാണ് നമുക്ക് പഠന വിധേയമാക്കാൻ ബാക്കിയുള്ളത്. അടുത്ത ദിവസം ഈ ആയത്തുകൾ കൂടി പഠന വിധേയമാക്കിക്കൊണ്ട് ഈ സൂറത്തിന്റെ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.